ഇല്ലല്ല. എന്നിട്ട് നിങ്ങൾ തമ്മിൽ വല്ല ഭയക്കും കൂടിയാ? എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞതാ. പക്ഷേ അത് കാര്യമായിട്ടെടുത്തു. പടച്ചോനെ, ഇനി സഹിക്കാണ്ട് വല്ല കടുങ്കയും ചെയ്ത് കാണൂ? അതോ ഞമ്മടെ മരറക്കണ മെഷീറ്റിൽ ചാടി നുറുങ്ങി വല്ല ആവിയായി പോയി കാണൂ? കരയില്ലേന്ന്. കരഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ഒന്ന് പോയി നോക്കിയിട്ട് വരേന്ന്. ഈ രാത്രി ഞമ്മ എവിടെ പോയി നോക്കാനാണ് എന്റെ ആമിനു? ആ കുമാരനെയും കുട്ടി ഒന്ന് പോയി നോക്കിയിട്ട് വരേ. പാവം കുട്ടി കരയണ കണ്ടില്ലേ? ഓളും ഞമ്മടെ മോളെ പോലൊരു മോളല്ലേന്ന്. ഇടുക്ക് ഷർട്ടും ടോർച്ചും കോരാ. ഇപ്പൊ തന്നെ പോണോ? രാവിലെ പോയാ പോരെ ഹാജിയാരെ? ആമിന് ഞമ്മളവിടെ ഇരുത്തണില്ല മോനെ. നീ ഒരു കുപ്പായം എടുത്തിട്ട് വാ. ഈ രാത്രി അവനെ എവിടെ പോയി നോക്കാനാണ്? അവനെപ്പോലെ ഒരുത്തനെ കിട്ടാനെങ്കിൽ നൂർ മാർക്കറ്റിൽ പോയി വാങ്ങായിരുന്നു. അതും പറ്റൂലല്ലോ, രാത്രിയായി പോയില്ലേ. ഹാജിയാരെ, ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ ഗവേഷണം നടത്തിയിട്ടുള്ളവനാണ് ഈ ഞാൻ. അവന്റെ പ്രേമത്തിന്റെ തുടക്കവും വളർച്ചയും ഒക്കെ കണ്ടിട്ട് രണ്ട് സ്ഥലത്തുണ്ടാവണം. ഒന്നുകിൽ ദുഃഖം മറക്കാൻ കുടിച്ച് ലക്ക് തെറ്റി ഏതെങ്കിലും ഷാപ്പിലുണ്ടാവണം, അല്ലെങ്കിൽ മധുരം തരൂ ധരുമ പൂവാടി തേടുവതാരേ ആരും. എന്തെങ്കിലും വിവരം കിട്ടിയോ? മോളെ, നീ ആ കഥ അങ്ങോട്ട് മറന്നു കാണാം. എന്താണ് ഉണ്ടായെന്ന് പറയൂ. ഇനി എന്തുണ്ടാവാൻ? ഗുരുവായൂരപ്പ, അവനില്ലാതെ ഞാൻ എങ്ങനെ ഇനി നാട്ടിലോട്ട് പോകും? നാട്ടുകാരോട് ഞാൻ എങ്ങനെ ഈ വിവരം പറയും? എന്തായാലും തുറന്നു പറയൂ. പറയാനൊന്നുമില്ല മോളെ. അവൻ കടലിൽ ചാടി മയ്യത്തായി. ഇതൊരു ഓർമ്മയ്ക്കായി വെച്ചോളൂ. കടലിലൊരു മയ്യത്ത് കണ്ടെന്ന് മുക്കോന്മാര് പറഞ്ഞപ്പോ ഞമ്മള് വിശ്വസിച്ചില്ല. പക്ഷേ ഓന്റെ ഈ ചെരുപ്പും കുപ്പായവും കടപ്പുറത്ത് കണ്ടപ്പോ ഒക്കെ പിടികിട്ടി. എങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യ ചെയ്യിക്കേണ്ടിയിരുന്നില്ല. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും ഒരുത്തം പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എനിക്ക് നായരെ, എന്താ മരുന്ന്? നിങ്ങൾ മരുന്നും കഴിച്ചിവിടെ കിടന്നോളി, ഒന്നും അറിയണ്ട. എന്താ എല്ലാവരും ഇങ്ങനെ? കാര്യം ഉണ്ടാവുമെന്ന് വെച്ചോളി. നമ്മുടെ ശിവസുബ്രഹ്മണ്യ ഹരിരാമേന്ദ്രൻ മയ്യത്തായി. സരിതെ ഓനും മൊഹബത്തിലായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മക്കൾ ആരെങ്കിലും സ്നേഹിക്കണതേ ബാപ്പാമാരോട് ചോദിച്ചിട്ടല്ലേ? നിങ്ങൾക്ക് മരുന്നുണ്ടാക്കിട്ടുമല്ലേ വേണ്ടു. ഇനിയെങ്കിലും ഇതൊക്കെ മതിയാക്ക് മനുഷ്യ. സരിത ഇതൊക്കെ മറക്കണമെങ്കിലേ ഓളെ വേഗം നിക്കാതെ കഴിച്ചുകൂടി. ഇങ്ങടെ ഒരു മരുമോനുണ്ടല്ലോ ഗോപി, ഓനിക്ക് കെട്ടിച്ചുകൂടി. എന്നെ ആരും വിവാഹം കഴിക്കണ്ട. ഞാൻ വിവാഹം കഴിക്കില്ല. ഈ ചൂടിന് അതൊക്കെ തോന്നും. നായരെ, നിങ്ങൾ ഇതൊന്നും കണക്കാക്കണ്ട. അവളെ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഓ, അപ്പൊ പിന്നെ ചികിത്സക്ക് ഡാക്ടർ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. കായം കൊടുക്കണ്ട. ഇനി അതിന് കാത്തിരുന്നാലേ നിങ്ങളുടെ മോളും വല്ല ആപത്തും കാണിച്ചാലേ പോലീസ് സ്റ്റേഷനിൽ പോണോ? ഗോപിയോട് നമ്മളിങ്ങോട്ട് വരാൻ പറയാം. രജിസ്ട്രാഫീസിൽ പോയി നാളെ തന്നെ കല്യാണം നടത്തി കളയാം. അച്ഛാ, വേണ്ടച്ചാ, ഞാൻ സമ്മതിക്കില്ല. നീ വിഷമിപ്പിച്ച് ഇനി നായരെയും കൊല്ലണ്ട. ഔത്ത് പോ. നായരെ, നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് കാലത്തേ വരാം. ഈ വക കാര്യങ്ങള് കൈയോടെ ചെയ്യണം. കുമാര, കരഞ്ഞിട്ട് എന്താണോ കാര്യം? പോയത് പോയില്ലേ. ഇനി നീയെങ്കിലും ആരെങ്കിലും സ്നേഹിക്കണേ, നിങ്ങളും കൂടി സ്നേഹിക്കാൻ അറിയാവുന്ന പെണ്ണിനെ സ്നേഹിക്കും. പറയാ സുരാമ, സമാധാനിക്കടാ.
മാത്രമാണ്. സോറി, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മകനെ, സ്ത്രീ അനർത്ഥമാണ്. തൊട്ടട്ട കൈ